നമസ്കാരം. ആംസ്റ്റർ എച്ച്ആർ പ്ലേസ്മെന്റിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കാർപ്പന്റേഴ്സിനും പ്ലംബേഴ്സിനും വേണ്ടിയാണ്. അങ്ങനെയുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക. സ്വാഗതം. Amster, your best immigration partner. Dream to fly? Step to Amster. നമ്മൾ 2 വീക്സ് മുമ്പ് അൽബേനിയ എന്ന രാജ്യത്തിലേക്ക് കുറച്ചുള്ള റിക്രൂട്ട്മെന്റ് പിന്നെ സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂസ് വീഡിയോ ആണിത്. അൽബേനിയയിലേക്ക് ധാരാളം ആളുകളാണ് നമ്മളെ കോൺടാക്ട് ചെയ്യുകയും അതിൻ്റെ പ്രോസസ്സിൽ പങ്കെടുത്ത് സക്സസ് ആവുന്നത്. അൽബേനിയയുടെ ഈ പ്രോസസ്സിൻ്റെ കുറച്ച് സക്സസ് പറയാം. നിങ്ങൾ പോളണ്ട് അല്ലെങ്കിൽ മറ്റുള്ള മാൾട്ട ഇങ്ങനെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ പ്രയോറിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന പ്രയോറിറ്റി ഷെങ്കൻ കൺട്രി ആണെന്നൊക്കെയാണ്. പക്ഷെ ഒരു ജോലി കിട്ടി നിങ്ങൾ അടുത്ത ആഴ്ച അവിടെ നിന്ന് വേറെ കൺട്രിയിലൊന്നും നിങ്ങൾ പോകല്ലോ. നിങ്ങൾ അവിടെ നിൽക്കാനൊക്കെ അല്ലേ പ്ലാൻ ചെയ്യുന്നത്. ഈ അൽബേനിയ ഒരു ഷെങ്കൻ കാൻഡിഡേറ്റ് കൺട്രിയാണ്, ഷെങ്കനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഇപ്പോൾ അധികം മലയാളികൾ കയറിപ്പോയി ഈ പറയുന്ന അധികം പേരുദോഷമില്ലാത്തൊരു രാജ്യമാണ്. ഈ പേരുദോഷം എന്ന് പറയാൻ കാര്യം മലയാളി എല്ലാം പോയി പേരുദോഷം ഉണ്ടാക്കുന്ന ഒരു കമൻ്റ് അല്ലത്. പോയവർ പലരും ഈ രാജ്യത്ത് ചെല്ലുമ്പോൾ ഞാൻ അനുഭവിക്കുന്നിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ അവർ പല എംപ്ലോയേഴ്സും നമ്മൾ കംപ്ലൈൻറ്റ് പറയുന്നത് 1-2 മാസം TRC കിട്ടി ആദ്യകാലങ്ങളിലൊക്കെയാണ്. ഇപ്പോൾ TRC ഒക്കെ അവർ വളരെ താമസിച്ചേ കൊടുക്കുള്ളൂ. അപ്പോൾ TRC ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് ഒക്കെ കിട്ടി കഴിയുമ്പോൾ ഇവർ അടുത്ത രാജ്യങ്ങളിൽ ചാടി അല്ലെങ്കിൽ അവിടെ നിന്ന് മിസ്സിങ് ആവുന്ന ഒരു കാര്യമുണ്ട്. സോ അങ്ങനെ നോക്കുന്ന ധാരാളം ഇന്ത്യക്കാരുണ്ട്. ഞാൻ മലയാളിയെ പറ്റിയല്ല, ധാരാളം ഇന്ത്യ പാകിസ്ഥാനിൽ നിന്നൊക്കെ പോകുന്നവർ അത് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഒരു മൈൻഡോട് പോകുന്ന നോക്കി ഒരു രാജ്യത്തും അപ്പുറത്ത് ചാടി പോകാൻ നിൽക്കുന്ന ഒരു താല്പര്യമാണ്. അത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയൊക്കെ തന്നെ ആവാം. മേ ബി ശമ്പളക്കുറവോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. എങ്കിലും ഒരു രാജ്യത്ത് ചെന്ന് ഒരു പെർമനന്റ് ആയിട്ട് നിന്ന് ഒരു ജോലി കണ്ടെത്തിയൊക്കെ പോകുമ്പോൾ വളരെ നല്ല കാര്യമാണ്. അൽബേനിയയെ സംബന്ധിച്ച് അധികം ആളുകളൊന്നും അവിടെ ഈ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ അധികം കയറി ചെന്നിട്ട് ഈ ജോബ് കാറ്റഗറി വന്നിട്ടില്ല. ഒരു കാർപ്പൻറ്റർ എന്ന നിലയിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന മാക്സിമം ശമ്പളം അവർക്ക് കിട്ടും. ഈ ഒരു യൂറോപ്പിലെ ലെവലുള്ള സ്റ്റാൻഡേർഡ് ഓഫ് സാലറി നിങ്ങൾക്ക് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പ്ലംബർ എന്ന നിലയിലും നിങ്ങൾക്ക് അർഹതമായ ശമ്പളം അത് ഞാനൊരു കൗൺസിലിംഗ് ശമ്പളം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലിംഗ് നമ്മൾ അറേഞ്ച് ചെയ്യും. ഞങ്ങളുടെ UAE വാട്സാപ്പ് നമ്പറിൽ മാത്രം ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ഞാനൊരു കോൾ ബാക്ക് അറേഞ്ച് ചെയ്യാം. നിങ്ങൾ എവിടെയാണോ അവിടെ നിന്നൊരു കോൾ അറേഞ്ച് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നല്ല ശമ്പളമുണ്ട്. വിസ പ്രോസസ്സാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഘടകം. VFS എന്ന സംവിധാനം ഇതിനകത്തില്ല. അതുകൊണ്ട് തന്നെ വർക്ക് പെർമിറ്റ് എടുത്ത് ഞങ്ങളുടെ 100 കണക്കിന് ആളുകൾ വർക്ക് പെർമിറ്റ് എടുത്ത് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. VFS ഉണ്ടോ VFS ഇല്ലേന്ന് കമൻറ്റിൽ ഇടയ്ക്ക് ഇപ്പോൾ ഞങ്ങളെ വഴി അല്ലാത്തവരൊക്കെ ഞങ്ങളുടെ യൂറോപ്പ് വീഡിയോ വരുമ്പോൾ ചോദിക്കാറുണ്ട്. VFS എന്ന് പറയുന്ന സംവിധാനം ഒരിക്കലും ആംസ്റ്ററിൻ്റെ ഓണർഷിപ്പിലല്ല. അവരതിൻ്റെ സംവിധാനം ഒരുക്കുന്നുണ്ട്. ഡേറ്റ് എടുക്കുക പോർട്ടൽ വഴിയാണ്. ഒരിക്കലും അതിനകത്ത് ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ തേർഡ് പാർട്ടി സർവീസ് ഏജൻസ് ഉണ്ട്. ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഈ പോളണ്ട് യൂറോപ്പിൻ്റെ കഥയാണ് പറയുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നമേ ഇല്ല, തലവേദനയില്ല. നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഈ പറയുന്ന യൂറോപ്പിലെ ഈ അൽബേനിയ രാജ്യത്തിൻ്റെ വിസ പ്രോസസ്സ് ചെയ്യാം. അതിന് ഞങ്ങളുടെ എക്സ്പേർട്ട് ഞങ്ങളുടെ ഒരു സർവീസ് ടീം യൂറോപ്പിൽ നിന്ന് തന്നെ ഉണ്ടാവും. സോ അവരത് ചെയ്തു തരും. ഞങ്ങളുടെ യൂറോപ്യൻ കൺസൾട്ടൻ്റ് ടീം അത് ചെയ്തു തരും. അപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. വിസ പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത് മാക്സിമം ഒരു 3 മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞ് 3 മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് വിസ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും നിലവിലെ ഒരു പ്രോസസ്സിംഗ് സ്പീഡ് അനുസരിച്ച്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ വേണ്ട യോഗ്യത ഞാൻ ഈ ഒരു സൈറ്റ് കാണിക്കുക. നമ്മുടെ ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ കൺസൾട്ടൻ്റ് ഏറ്റെടുത്തിരിക്കുന്നത് ഈ സൈറ്റിലേക്കാണ്. ഇത് ടിറാന എന്ന് പറഞ്ഞ ക്യാപിറ്റൽ സിറ്റിയിൽ ഈ ഒരു അപ്കമിങ് പ്രോജക്റ്റിലേക്കാണ് ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 3 to 5 year കോൺട്രാക്റ്റ് ആണ് നിങ്ങൾക്ക് ഈ ഒരു വർക്ക് പെർമിറ്റിലൂടെ കിട്ടുന്നത്. ഈ ഒരു പ്രോജക്റ്റിലേക്ക് തന്നെയാണ് നമുക്ക് വേണ്ടത്. 150 കാൻഡിഡേറ്റ്സിനെയാണ് അപ്പോൾ അവർ വിത്തിൻ 2 വീക്സിനുള്ളിൽ റിക്രൂട്ട് ചെയ്യാൻ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ആവും. അപ്പം കാർപ്പൻറ്റർ ആണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. കാർപ്പൻറ്റർ ആണോ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വർഷം കൂടുന്നതനുസരിച്ച് സാലറിയുടെ സ്കെയില് കൂടിക്കൊണ്ടിരിക്കും. 3 year മുതൽ എക്സ്പീരിയൻസ് ഉള്ള പ്ലംബർക്കും ആപ്ലിക്കേഷൻ നൽകാം. പ്ലംബറായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണം. നിങ്ങൾക്കും ഈ പറയുന്ന എക്സ്പീരിയൻസ് അപ് ടു 10 year വരെ ആകുമ്പോൾ ഒരു €1,000 എങ്കിലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതായിരിക്കും ഒരു പാക്കേജ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പം ഇൻ്റർവ്യൂവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ CV ഞങ്ങൾക്ക് ആവശ്യമാണ്. എക്സ്പീരിയൻസ് ലെറ്റർ ആവശ്യമാണ്. കാർപ്പൻറ്ററൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് സെൽഫ് ലേണർ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ITA ഒന്നും പഠിക്കാത്ത സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. എക്സ്പീരിയൻസ് റെഫറൻസ് ലെറ്റർ നിങ്ങൾ എവിടെ വർക്ക് ചെയ്തോ അതിൻ്റെ റെഫറൻസ് ലെറ്റർ നിങ്ങൾക്ക് ആവശ്യമാണ് കമ്പനി എന്ന നിലയിൽ. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു തരും. ഇനി ഇത് ഇല്ലാത്തവരാണ് ഇത് എങ്ങനെ ഉണ്ടാക്കണം ഇതിൻ്റെ ഫോർമാറ്റൊക്കെ ഞങ്ങൾ സഹായിച്ചോളാം, നിങ്ങൾക്ക് പറഞ്ഞു തന്നോളാം. അതേപോലെ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഘടകം നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായി ആളായിരിക്കണം. ഇംഗ്ലീഷ് അത്യാവശ്യം പറയാനറിയാം. നിങ്ങളൊരു വീഡിയോ പ്രിപ്പയർ ചെയ്യണം. കാരണം ഇത് VFS ഇല്ലാത്തതുകൊണ്ട് തന്നെ വിസ
ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞങ്ങളുടെ എംപ്ലോയറോട് ഗവൺമെൻറ് ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് ഇവരെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ടാവും, അവരുടെ വീഡിയോ നമ്മൾ കണ്ടിരുന്നു എന്നൊക്കെ എംപ്ലോയർക്ക് റെക്കോർഡ് കീപ്പ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഇൻ്റർവ്യൂ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ സമയം നമുക്ക് കളയാൻ പാടില്ല. ഇൻ്റർവ്യൂ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർ തിരിച്ച് ഉത്തരം പറയാനൊന്നുമില്ലെങ്കിൽ നമ്മുടെ ഒരു കോൺട്രാക്ട് തന്നെ ക്യാൻസൽ ആവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് CV-യും ബാക്കിയുള്ള ഡോക്യുമെന്റ് എക്സ്പീരിയൻസ് ലെറ്ററിൻ്റെ ഒക്കെ ഉൾപ്പെടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോ, അതായത് 3 മിനിറ്റ് നിങ്ങളൊരു മൊബൈൽ ഉപയോഗിച്ച്, നിങ്ങൾ കാർപ്പൻറ്റർ ആണെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് അത് ഇങ്ങനെ കാണിക്കുക, ആ മൊബൈലിൽ നിന്ന് സൂം ചെയ്യുക, പാസ്പോർട്ടിൻ്റെ നമ്പർ നിങ്ങളൊന്ന് പറയുക. ശേഷം അപ്പോൾ മൊബൈൽ കാണിക്കുക, ഡെമോ വേണമെന്ന് ഞങ്ങൾ അയച്ചു തരും കേട്ടോ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞു തന്നാൽ ശേഷം നിങ്ങളുടെ പേര് പറയുക, നിങ്ങൾ എവിടെ നിന്നുള്ള ആളാണെന്ന് പറയുക. അതും ബേസിക് ഇംഗ്ലീഷ് മതി. നിങ്ങൾക്ക് അത് ഗ്രാമാറ്റിക്കൽ എറർ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, അത് അവർക്കറിയാം, മനസ്സിലാക്കിയാൽ മാത്രം മതി. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കാർപ്പൻറ്റർ, അല്ലെങ്കിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പ്ലംബിംഗ് മേഖലയിൽ, നിങ്ങളത് പറയുക. ആ ജോലി ഒന്ന് ചെയ്ത് കാണിക്കുക, എന്തെങ്കിലും ഒരു ജോലി ചെയ്യുക. ഒരു 3 മിനിറ്റ് നിങ്ങൾ ഇതിനെ പറ്റിയൊക്കെ ഒന്ന് സംസാരിച്ച്, പ്ലംബർ ആണെങ്കിൽ അതിൻ്റെ കാര്യം ഗ്ലൗസ് ഒക്കെ ഇട്ട്, കാർപ്പൻറ്റർ ആണെങ്കിൽ നിങ്ങൾ കൃത്യമായി ടൂൾസ് ഒക്കെ ഉപയോഗിക്കുന്ന, നിങ്ങളൊരു നല്ല വർക്കറാണെന്ന് അവർക്ക് പ്രൂവ് ചെയ്താൽ നിങ്ങൾ ഇൻ്റർവ്യൂ സെലക്ഷൻ ഈസി ആയിരിക്കും. ദെൻ ഇൻ്റർവ്യൂ സമയത്തും ഇത് തന്നെ ഒന്ന് ചോദിക്കും എംപ്ലോയർ, കൺസൾട്ടൻറ്റ് സപ്പോർട്ടും ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഓഫർ ലെറ്റർ ലഭിക്കുന്നതായിരിക്കും. സോ കാർപ്പൻറ്റേഴ്സ് ആൻഡ് പ്ലംബേഴ്സ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ ഉപയോഗിക്കുക. യൂറോപ്പിലേക്ക് ഷെങ്കൻ കൺട്രി ആവാൻ പോകുന്ന, അല്ലെങ്കിൽ അധികം ഇന്ത്യക്കാരെ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു രാജ്യത്തേക്കാണ്, ഇറ്റലിയുടെയൊക്കെ അടുത്താണ് ഈ കൺട്രി വരുന്നത്. അൽബേനിയുടെ ഒരു മാപ്പ് ഞാൻ കാണിക്കാം. സോ ഇറ്റലിക്ക് അടുത്തായിട്ടാണ് ഈ രാജ്യം വരുന്നത്. അപ്പം അത്യാവശ്യം യൂറോപ്പിലേക്ക് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും, കാർപ്പൻറ്ററായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കും, പ്ലംബറായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കും, 10ാം ക്ലാസ് പാസ്സായവർക്കും ഇംഗ്ലീഷ് ബേസിക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതിനകത്ത് ഗ്രാമാറ്റിക്കോ എററൊക്കെ ഉണ്ടാവാം, ഒരു പ്രോബ്ലം ഇല്ല. ഇത് നിങ്ങളൊരു ഇംഗ്ലീഷ് മത്സരത്തിന് പോകുന്നതല്ല, നിങ്ങളുടെ ജോലിക്ക് വേണ്ടിയിട്ടുള്ളത്. സോ അത് ഒരു ആളാണെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. 150 കാൻഡിഡേറ്റ്സിനെയാണ് നെക്സ്റ്റ് 2 വീക്സിനുള്ളിൽ ആംസ്റ്റർ റിക്രൂട്ട് ചെയ്യുന്നത്. ആംസ്റ്റർ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് HR പ്ലേസ്മെന്റ് അബുദാബി ഓഫീസിലാണ്. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ മാത്രം മതി. പ്ലംബേഴ്സ് ആൻഡ് കാർപ്പൻറ്റേഴ്സ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വിനിയോഗിക്കുക. ഓൾ ദി ബെസ്റ്റ്.